യെസ്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു നടൻ ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ സിനിമാ സ്വപ്നങ്ങളുമായി പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹപാഠിയായിരുന്നു ഇപ്പോൾ രജനീകാന്ത്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം കൂടി. It is shocking to know that my good friend Srinivasan is no more. He was my classmate in Film Institute. Excellent actor and a very good human being. Let his soul rest in peace. Thank you. രജനീകാന്ത് ഓർത്തെടുക്കുന്നത് ശ്രീനിവാസനെ അങ്ങനെയാണ്. നോക്കൂ, ശ്രീനിവാസിൻ്റെ സിനിമാ സ്വപ്നങ്ങളിൽ ഒരു കാലഘട്ടത്തിൽ സിനിമ എന്നൊരു വലിയ സ്വപ്നത്തിലൂടെ കടന്നു വന്നു. അന്ന് എങ്ങനെയെങ്കിലും സിനിമയിൽ എത്തിപ്പെടുക എന്നതാവാം ഒരു പക്ഷേ ശ്രീനിവാസൻ്റെ സ്വപ്നം. അന്ന് സിനിമയിൽ അഭിനയിക്കുക എന്ന സ്വപ്നമായിരിക്കും അദ്ദേഹത്തിന് പ്രധാനമായി ഉണ്ടാവുക. പക്ഷേ അതിൽ നിന്ന് അദ്ദേഹം പിന്നീട് നിർബന്ധപൂർവ്വം പേന എടുക്കേണ്ടി വന്നു എന്നതാണ്. കാരണം ആദ്യ കാലങ്ങളിൽ സിനിമയിൽ ചെറിയ വേഷങ്ങൾ ഒതുങ്ങിപ്പോവേണ്ടി വരുന്നു. പിന്നെ സ്വയം എഴുതുന്ന തിരക്കഥയിൽ മികച്ച കഥാപാത്രങ്ങൾ ഉണ്ടാവുന്നു. നേരത്തെ നമ്മൾ പരാമർശിച്ചു പോയ വടക്ക് നോക്കി യന്ത്രം പോലെയുള്ള സിനിമകളിൽ ഒരു സ്വയം നായകനായി അവതരിക്കുന്നു എന്ന് മാത്രമല്ല, അതിൽ ആക്ഷേപഹാസ്യത്തിലൂടെ അദ്ദേഹം സ്വയം വിമർശനം കൂടി നടത്തുകയാണ് ചെയ്തത്. അന്നത്തെ ഒരു തലമുറയെയും ക്കെതിരായൊരു വിമർശനം കൂടിയായി മാറിയാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ കടന്നുപോയത്. അങ്ങനെ സിനിമയിൽ ഇടം കണ്ടെത്തി മുന്നേറിയ വ്യക്തിയാണ് ശ്രീനിവാസൻ എന്ന വ്യക്തി. ശ്രീനിവാസനെ നമ്മൾ കേട്ടത് നടൻ മമ്മൂട്ടി. മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇതല്ലേ സ്ക്രീനില്ലേ എടാ ആ സ്ക്രീനിൻ്റെ ശ്രീനിവാസൻ്റെ മൃതദേഹം അദ്ദേഹത്തിൻ്റെ കൊച്ചിയിലെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിനോടൊപ്പം അവിടെ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവരുണ്ട്, 2 മക്കളുണ്ട്, ഭാര്യയുണ്ട്. അങ്ങനെ നടൻ മമ്മൂട്ടി അടക്കമുള്ളവർ അവിടെ എത്തി പൊതുദർശനം അദ്ദേഹത്തെ അവസാനമായി കണ്ട് മടങ്ങിയിരിക്കുകയാണ്. 1 മണിയോടുകൂടി ടൗൺ ഹാളിലേക്ക് പൊതുദർശനത്തിന് വേണ്ടി മൃതദേഹം കൊണ്ടുപോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം വീണ്ടും വീട്ടിലേക്ക് കൊണ്ടുവരും. വീട്ടിൽ പിന്നെ സംസ്കരിക്കും. ആ തരത്തിലാണ് ക്രമീകരണം നടത്തിയിരിക്കുന്നത്.
ഈ ആ ഇതുമല്ലേ സ്ക്രീനില്ലേ എടാ ഈ ആ സ്ക്രീനിൻ്റെ ഓക്കെ ശ്രീനിവാസന്റെ മൃതദേഹം കൊച്ചിയിലെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ആളുകൾ വന്നു പോവുകയാണ് അവിടെ. മക്കളും ഭാര്യയും ഒക്കെ തൊട്ടടുത്തുണ്ട്. നടൻ മമ്മൂട്ടി അല്പസമയം മുമ്പാണ് വന്ന് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ച് അവിടെ നിന്നും മടങ്ങിയത്. മറ്റു പ്രമുഖർ അവിടേക്ക് എത്തും. മുഖ്യമന്ത്രിയും ഈ വീട്ടിലേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി കൊച്ചിയിലുണ്ട്. അദ്ദേഹത്തിന് ഔദ്യോഗിക പരിപാടി കൊച്ചിയിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം വീട്ടിലേക്ക് എത്തി മടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ അദ്ദേഹം അനുസ്മരിച്ചു. നഷ്ടപ്പെട്ടത് ഏറ്റവും മികച്ച ചലച്ചിത്രകാരനെയാണ്. പകരം വയ്ക്കാൻ മറ്റൊരാളില്ലാത്ത വിടവാണുണ്ടാകുന്നത് എന്നതാണ് മുഖ്യമന്ത്രിയുടെ അനുസ്മരണം. പ്രതിപക്ഷ നേതാവും സമാനമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ശ്രീനിവാസന്റെ വിയോഗത്തെ അനുസ്മരിക്കുന്നത്. മമ്മൂട്ടി, മോഹൻലാൽ, ഒപ്പം അദ്ദേഹത്തോടൊപ്പം പ്രധാന സിനിമകളൊക്കെ ചെയ്തിരുന്ന പ്രിയദർശനാവട്ടെ, സത്യനന്ദിക്കാടാവട്ടെ, കമലാവട്ടെ, ഇവർക്കൊക്കെ അനുസ്മരിക്കാൻ ഏറെ ഉണ്ടാവും. ശ്രീനിവാസൻ ഒരു കാലഘട്ടത്തിൽ സിനിമ എന്ന സ്വപ്നവുമായി നിരാശിക്കും അതിനുശേഷം സാമൂഹിക യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെട്ടുകൊണ്ട് ചേർന്നുകൊണ്ടുള്ള സിനിമകളുടെ സൃഷ്ടിക്ക് പിന്നാലെ നടൻ മമ്മൂട്ടി അല്പസമയം മുമ്പ് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി, ശ്രീനിവാസൻ്റെ വീട്ടിലെത്തി അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. ആ ദൃശ്യങ്ങളാണ്. കെ പി അഭിലാഷ് തുടരുന്നുണ്ട്. അഭിലാഷ്, നമുക്ക് കൊച്ചിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് അല്പസമയത്തിനുള്ളിൽ തന്നെ വീട്ടിൽ നിന്ന് മൃതദേഹം എടുക്കുമെന്നുള്ളതാണ് വിവരം. പ്രമുഖരൊക്കെ അവിടെ വന്നു പോവുകയാണ്. ഇവിടെ സജിത്ത്, ഇപ്പോഴിതാ നടൻ മമ്മൂട്ടി കുടുംബസമേതം എത്തി മൃതദേഹം ഒരു നോക്ക് കാണുന്ന ദൃശ്യമാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടത്. അവിടെ ശ്രീനിവാസൻ വർഷങ്ങൾക്ക് ശേഷം ടെലിവിഷൻ ചാനലുകൾക്ക് നൽകിയ അഭിമുഖം, നമുക്കറിയാമല്ലോ ഈ സിനിമാ മേഖലയുമൊക്കെയായി ബന്ധപ്പെട്ട ഒരുപാട് ഗോസിപ്പുകൾ പലപ്പോഴും പുറത്തു വരാറുണ്ട്. അതാണ് നമ്മൾ അല്പസമയം മുമ്പ് സൂചിപ്പിച്ച, അതായത് ഈ സൂപ്പർ താരങ്ങൾ മറ്റു വ്യവസായങ്ങളിലേക്കും ബിസിനസ്സിലേക്കുമൊക്കെ മാറുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈഗോകളും ക്ലാഷുകളും ഒക്കെ ഉണ്ടാകുന്നു എന്ന തരത്തിലൊക്കെയുള്ള ആക്ഷേപങ്ങളുണ്ട്. അങ്ങനെ സിനിമയിലെ ചിലർ തമ്മിലൊക്കെ വലിയ അകൽച്ചയിലാണ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള, എന്നാൽ ഈ ഒരു നിമിഷം വളരെ പ്രധാനപ്പെട്ടതായി കാണേണ്ടതുണ്ട് സജിത്ത്. കാരണം അവിടെ ഇതാ മമ്മൂട്ടി അന്ത്യോപചാരം അർപ്പിക്കുമ്പോൾ ശ്രീനിവാസൻ പറഞ്ഞിട്ടുള്ളത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ചില സമയങ്ങളിൽ തനിക്ക് രക്ഷകനായിട്ട് അവതരിച്ചത് നടൻ മമ്മൂട്ടിയായിരുന്നു എന്നുള്ളതാണ്. അതൊക്കെ അവരുടെ ആത്മബന്ധമാണ്, പലപ്പോഴും പുറത്തു പറഞ്ഞിട്ടുള്ള ഒന്നല്ല. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു, ശ്രീനിവാസൻ്റെ ഭാര്യയാണ് അവിടെ ശ്രീനിവാസൻ്റെ വിയോഗത്തിൽ വിതുമ്പുന്നത്. ആ ഭാര്യയെ അല്ലെങ്കിൽ സ്വന്തമാക്കുമ്പോൾ ആ കല്യാണത്തിന്